യോഹന്നാൻ 3:3. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ഇതാണ്. അല്ലാതെ ഏതെങ്കിലും വെള്ളത്തിൽ പോയിക്കൊണ്ട് മുക്കി പിടിച്ച് പൊക്കിയെടുക്കണ്ടേ? ചില ആൾക്കാർ നല്ല കത്തോലിക്കലായിരിക്കുമേ, തെറ്റായ പ്രബോധനം പറഞ്ഞു കൊടുത്തിട്ട് ചില ആൾക്കാർ കൊണ്ടുവന്ന് ചില വെള്ളത്തിൽ പിടിച്ച് മുക്കിയെടുത്തും പറയും നീ വീണ്ടും ജനിക്കണം എന്ന് പറയും. അതല്ല വീണ്ടും ജനിക്കുക, അത് പറ്റിക്കലാണ് ശരിക്കും പറഞ്ഞാൽ. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിൽ ജനനമാണത്. അത് പ്രവർത്തനത്തിൽ വ്യക്തമാകണം. നല്ല ഫലം, നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുമ്പോഴാണ്. അത് രാവിലെ നല്ല ഫലമായിരിക്കണം, വൈകുന്നേരം നല്ല ഫലമായിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, നല്ല ഫലങ്ങൾ കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായി, ജീവന്റെ വൃക്ഷങ്ങളായി ഞങ്ങളെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. ഞെരുക്കങ്ങളുടെ കാലത്ത് സുവിശേഷത്തോട് ചേർന്ന് ജീവിക്കുവാൻ ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നതിനായി അമ്മേ പരിശുദ്ധ അമ്മേ ഉടമ്പടി ജീവിതം ധന്യമാക്കുവാൻ ആദ്യസ്ഥം വഹിക്കണമേ. പരമദിവ്യകാരുണ്യത്തിന് ഈ ഞെരുക്കങ്ങളുടെ കാലത്ത് ആത്മാവിന്റെ നിറവിൽ നല്ല ഫലങ്ങൾ, നല്ല വൃക്ഷങ്ങൾ, നല്ല ഫലങ്ങൾ കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായി നമ്മൾ രൂപാന്തരപ്പെട്ടാലേ പെട്ടെന്ന് ഉടമ്പടിയിൽ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഉടമ്പടി എന്താ പറഞ്ഞത്, ഉടനടി പരിഹാരം എന്നല്ല പറഞ്ഞത്, ഉടമ്പടി പരിഹാരം. അത് ഈ പുതുമനയുടെ സാക്ഷ്യങ്ങൾക്കൊക്കെ മനസ്സിലാകും നമുക്ക്. കാര്യം പുതുമന പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ 3ആയിട്ട് തിരിക്കാമെന്ന് പറയുന്നത്. ഒരു ലൈഫ് 72 വയസ്സുണ്ട് അദ്ദേഹത്തിന്, 72 വയസ്സുണ്ട്. 72 വയസ്സിന് അദ്ദേഹം 3ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തത് ഒരു സാധാരണ നാട്ടു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിരുന്ന കാലം. ദൈവത്തെ അറിയാം, പക്ഷേ ജീവിതം വേറെ രീതിയിലാണ്. ബാറിൻ്റെ ഉടമയല്ലേ, അപ്പോൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കൂടുതൽ ആൾക്കാരെ കുടിപ്പിക്കണം, കുറേ ആൾക്കാരെ കൂടുതൽ കളയണം, കുറേ അമ്മമാരെ വിധവകളാക്കണം. അതൊക്കെയല്ല ബാറിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. കുറേ അമ്മമാരെ വിധവകളാക്കണം, കുറേ കുഞ്ഞുങ്ങളുടെ ജീവിതം വഴിപഴിച്ചിട്ട് അവർ വഴിപഴിച്ച് പോകണം. അപ്പം അങ്ങനെ ജീവിതത്തിൽ ഒരു കാലഘട്ടം ക്രിസ്ത്യാനി ആണെങ്കിലും കൈയിരിപ്പ് കാരണം ദുഷ്ടൻ്റെ പറഞ്ഞു ചെയ്യണ പോലെ ഒത്തിരിയേറെ കുടുംബങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. അതൊരു ജീവിതമാണ്. പക്ഷേ 35-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ധ്യാനം കൂടുന്നത്. ധ്യാനം കൂടുന്നതോടുകൂടി ഈശോനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കും, സ്വന്തമായിട്ട് സ്വീകരിക്കുമ്പോൾ ഈശോയ്ക്ക് നിരക്കാത്തതെല്ലാം ഇദ്ദേഹം വെറുത്തുപേക്ഷിക്കും. അങ്ങനെയാണ് കാവേരി ബാറൊക്കെ അടച്ചു പൂട്ടണത്. അന്നത്തെ കാലത്ത് കാഞ്ഞങ്ങാടിലെ വലിയൊരു വിഷയമായിരുന്നു ഇത്. കോര ആയുധങ്ങൾ കുടിക്കണ ബാറാണ് ഈ മനുഷ്യനൊരു സുപ്രഭാതത്തെ അടച്ചു കളയും. ആ ബിസിനസ് മൊത്തമായിട്ട് ഉപേക്ഷിക്കും. അപ്പം അനുതാപം ശരിക്കും അങ്ങനെ തലക്ക് പിടിച്ച് ദൈവത്തിനെ ബോധ്യപ്പെടുത്തി എടുക്കുകയാണ്. ഞാൻ അനുതാപത്തിലാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തി. പിന്നത്തെ ഒരു 35 വർഷക്കാലമുണ്ട്, ഉടമ്പടി എടുക്കുന്നവരെയുള്ള 35 വർഷക്കാലമുണ്ട്, 70-ാമത്തെ വയസ്സ് വരെ. അപ്പം അദ്ദേഹം കർത്താവിനെ അറിഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിച്ചു, സുവിശേഷ വേലകൾ ചെയ്തു. ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പോയി സുവിശേഷ വേല സാക്ഷ്യം വരുത്തി. അതിൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ എല്ലാ ധ്യാനങ്ങളിലും ഒരു ഐറ്റം ഈ പുതുമനയുടെ സാക്ഷ്യമായിരുന്നു അന്നത്തെ കാലത്ത്, 90കളിൽ. അത് നിന്ന് ഫലിക്കുകയും ചെയ്യും, അഭിഷേകം നിറയുകയും ചെയ്യുന്ന ഒരു കാലമായിരുന്നു. പക്ഷെ അങ്ങനെ അപ്പോൾ യേശു ഏകരക്ഷകൻ എന്നുള്ള കോൺസെപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിതം ക്രമീകരിക്കുകയാണ്. പക്ഷെ പിന്നീട് നമ്മൾ കാണുമ്പോൾ ഈ 70-ാമത്തെ വയസ്സ് കാണുമ്പോൾ കുറേ പ്രശ്നങ്ങൾ വരണുണ്ട്, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ നിന്ന് വിട്ടുപോരേണ്ടി വന്നു. കാസർഗോഡ് നിന്ന് അവിടെ നിന്നിട്ട് കാര്യമില്ല, വയസ്സായി, കാർഷിക പണിയൊന്നും നടക്കത്തില്ല. ഇനി കൃഷി ചെയ്യിക്കുന്ന പരിപാടിയായിരുന്നു, കർഷകനുമായിരുന്നു, കൃഷി ചെയ്യിക്കുകയും ചെയ്യുമായിരുന്നു. ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമുള്ള കോടീശ്വരനായ ഒരു മനുഷ്യനാണ്. പക്ഷെ ഇപ്പോൾ എന്നാ പറ്റുന്ന, പുള്ളിയുടെ വയസ്സായ കുഞ്ഞുങ്ങളൊക്കെ വരെ പഠിച്ച് വേറെ രാജ്യങ്ങളിലൊക്കെ പോയി. ഈ സ്ഥലം അവിടെ കിടന്നുപോയി. സ്ഥലം വിൽക്കാൻ മാർഗമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അന്തസ്സിന് പറ്റിയൊരു വീട് കിട്ടണമില്ല. ഇപ്പം ഭൗതികമായിട്ട് ഈ മനുഷ്യൻ ആത്മീയമായിട്ട് ഒക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിത ആവശ്യങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് പരുവക്കേടാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ മനുഷ്യൻ്റെ മൂന്നാമത്തെ ജീവിതം തുടങ്ങുന്നത്. എന്താണ്? ഉടമ്പടി ജീവിതം.
അതാണ് വിഷയം. അത് ഞാൻ പറഞ്ഞ വ്യാഖ്യാനമല്ല അത്, അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാകും. എൻ്റെ ജീവിതത്തിന് 3 ഘടകങ്ങളുണ്ട്. ഒന്നെന്താണ്? ഒന്ന് ക്രിസ്തുവിനെ അറിയാഞ്ഞ കാലം, രണ്ടാമത് ക്രിസ്തുവിൻ്റെ കൂടെ ജീവിച്ച കാലം, മൂന്നാമത്തത് ഉടമ്പടി ജീവിതകാലം എന്ന് പറയുന്നത്. ഉടമ്പടി ജീവിതകാലത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി ഒപ്പുവെച്ചെന്നാണ് പറയണത്. ആ വാക്കൊക്കെ എല്ലാം ഭയങ്കര കറക്റ്റായിട്ടാണ് പറയണത്. ഉടമ്പടി എടുത്തെന്നല്ല പറയണത്, ഞാൻ ദൈവമായിട്ട് ഉടമ്പടിയിൽ ഞാൻ ഒപ്പുവെച്ചു. അപ്പോൾ ഈ മനുഷ്യന്മാർ ഉടമ്പടിനെയൊക്കെ കാണുന്നത് ആ ഉടമ്പടി പോലെ തന്നെ കാണുന്നത്. അല്ല, നിങ്ങളിവിടെ കൊണ്ടുവന്ന് ഈ ഔസപിതാവിൻ്റെ അലിയുദാസിൻ്റെയും ഒക്കെ പെട്ടിക്കൊണ്ടുവന്ന് ഓരോ കാര്യം എഴുതിയിടണ പോലുള്ള ലാഘവത്തിലാണ് ആൾക്കാർ കാണുന്നത്. അത്രയും ഇടലകളും വരുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ് ഇവിടെ. അതുകൊണ്ടാണ് ഈ നേർച്ചപ്പെട്ടി കൊണ്ടുവന്ന് ഇൻഡക്ഷൻ എഴുതിയിടുന്നത്. ഒരു വിവരവും ഇല്ലാത്തവനായിരിക്കുമല്ല ഈ നേർച്ചപ്പെട്ടത് കൊണ്ടുവന്ന് നിയോഗം എഴുതിയിടുന്നത്. ഇപ്പം ഞങ്ങളെടുത്ത് കത്തിച്ച് കളയും. കാര്യം അവർ നമുക്ക് അഫോർഡ് ചെയ്യേണ്ട കാര്യമില്ല. അവരെന്താണ് ഉടമ്പടി ഇവിടെ വരുമ്പോൾ എന്തോ എഴുതിയിടുമ്പോൾ തന്നെ ദൈവം ഇങ്ങനെ പുട്ടുകുത്തി തന്നെ പോലെ തരുമെന്നാണ് വിചാരിക്കണം. അതൊക്കെ വിഡ്ഢിത്തരം വിചാരിച്ച് വന്നൊരു കാര്യമില്ല. ഇപ്പോൾ ധ്യാനം കേട്ടപ്പോഴൊക്കെ മനസ്സിലായില്ലേ സംഗതി ഒറ്റടക്ക് പോകത്തില്ലെന്ന്. കാര്യം മനസ്സിലായില്ലേ? ഇത് മനസ്സിലാക്കിയ ഒരാൾ മനസ്സിലാക്കി ചെയ്യണമെങ്കിൽ സംഗതി സ്പീഡാണ്. അപ്പോൾ അദ്ദേഹം അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ഈശോയിലാണ് ജീവിക്കണത്, അമ്മയുടെ മധ്യസ്ഥത്തിലേക്ക് ഞാൻ എൻ്റെ ജീവിതം പുനഃസമർപ്പണം ചെയ്യുന്നു എന്ന് പറയും. അപ്പം അമ്മയെ കൂടി അദ്ദേഹം പറയും, എനിക്ക് ഞാൻ എൻ്റെ ക്രിസ്തു ജീവിതത്തിൽ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കത്തില്ലായിരുന്നെന്ന് പറയും. കരിസ്മാറ്റിക്കാർക്ക് പറ്റിയ ഒരു അബദ്ധമാണത്. കേരളത്തിൽ മൊത്തം പറ്റിയിട്ടുണ്ടത്. കാര്യം അവരിത് ഈ നവീകരണ ധ്യാനത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ എല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമാക്കിയെടുക്കും. ക്രിസ്തു കേന്ദ്രീകൃതമാകുമ്പോഴും നോക്കണം, ഒരു കാന നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് ഓർത്തേക്കണം. ക്രിസ്തുവും മാതാവും കൂടിയുള്ള ഒരു കുടുംബജീവിതം നമ്മുടെ മുമ്പിലുണ്ടെന്ന് ഓർക്കണം. അങ്ങനെയാണ് ബൈബിൾ തുടങ്ങണത്. മകനെ, അവർക്കില്ല എന്ന് പറയാനൊരാളുണ്ട്, അയാൾ അവഗണിച്ചുകൊണ്ട് നിനക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ജീവിച്ചാൽ അതൊരു ജീവിതവുമല്ല. ഔസേപ്പത്തിന് വചനം കേൾക്കുക അവർക്ക് മനസ്സിലാകും. ഈ മനുഷ്യൻ വന്ന് മാതാവിനോട് പറയാം, അമ്മേ ഞാൻ വയസ്സായി, എൻ്റെ സ്ഥലം കാസർഗോഡ് 100-200 കിലോമീറ്റർ അകലെ കിടക്കുകയാണ്, അവിടെ പോയി നോക്കാനും തിരക്കാൻ എനിക്ക് ആരുമില്ല. ആ സ്ഥലമൊക്കെ അന്യാധീനപ്പെട്ട് പോകുന്ന ആൾക്കാർ എൻക്രോച്ച് ചെയ്യുകയാണ്. അവിടെ ഇവിടെയൊക്കെ വഴികൾ കെട്ടി അടച്ചോട്ട് അവിടെ സ്വന്തം ഇടക്കാക്കി തനിക്കാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. എനിക്കത് കിട്ടിയില്ല, എൻ്റെ കടം തീരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യന് ഉടമ്പടി വെച്ചിട്ട് അവിടെ നിന്ന് കൊണ്ട് ഉടമ്പടിയുടെ ഉപ്പ് കൊണ്ടുപോയി ആ സ്ഥലത്ത് ഇപ്പോൾ 35 വർഷം ആയിരിക്കാൻ നോക്കണം. 35 വർഷം വിശ്വപ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് കൊണ്ട് അവിടെ ഇടും. പിറ്റേ ആഴ്ച ആ സ്ഥലം വിറ്റുപോകും. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയണത്. അപ്പോഴദ്ദേഹത്തിന് പറയാം, മാതാവ് എന്താണെന്ന് മനസ്സിലായി. ഇത്രയും നാൾ ജീവിച്ചിരുന്ന ഒരു ജീവിതമുണ്ട്. അമ്മ കൂടി ജീവിതത്തിലേക്ക് വന്നപ്പോൾ ജീവിതത്തിൻ്റെ ഭൗതിക നിലവാരങ്ങൾ മാറുന്നുണ്ടല്ലേ, അതാ വിഷയം. അപ്പം അതുപോലെ തന്നെ അതിന് ശേഷം പിന്നെ വന്നത് കുറേ പ്രമാണം കാണാനില്ല. പ്രധാനപ്പെട്ട സ്ഥലത്തിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ പ്രമാണം കാണാനില്ല. അത് 10-40 വർഷമായി ആ പ്രമാണം കാണാനില്ല. എന്നിട്ട് എവിടെയാണെന്ന് ഒരു പിടിയില്ല. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒറ്റാഴ്ചക്കുള്ളിൽ നഷ്ടപ്പെട്ടു പോയ പ്രമാണം തിരിച്ചു കിട്ടും. അതുപോലെ തന്നെയാണ് എറണാകുളത്ത് വീട്, അന്ന് വരെ കാണാതിരുന്ന വീട് 2 കോടി രൂപ ലാഭത്തിന് ഒരു ഇയാൾക്ക് വീട് കൊടുക്കുക. എറണാകുളത്തിൽ 5 നിലയുള്ള വീട്. അദ്ദേഹം ആ പ്രതാപത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. ആ സ്റ്റാൻഡേർഡ് ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ ആ പ്രതാപത്തിൽ ജീവിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ കർത്താവിനെ അറിഞ്ഞത് കാരണം ഇതെല്ലാം കൊടുക്കുകയാണ്. ആ കാസർഗോഡും കുറേ സ്ഥലങ്ങൾ കൊടുത്തു. 25 സെൻറ്റ് വെച്ച് 10-40 പേർ കൊടുത്തു. അദ്ദേഹം കൊടുത്ത് ജീവിക്കുകയാണ് ശരിക്കും. പക്ഷേ എങ്ങനെ നോക്കുമ്പോഴേ ഈ ലൈഫ് ആസ്വദിച്ച് നോക്കുമ്പോൾ 35-70 കൊല്ലം ഇല്ലാതിരുന്ന മാറ്റങ്ങളാണ് ഉടമ്പടിയിൽ ഒറ്റടിക്കൊണ്ടാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ നേരത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞു വെച്ചത് കാരണം ഉടമ്പടി അദ്ദേഹത്തിന് എളുപ്പമായി. ഉടമ്പടി ഒരു പോരായ്മ കൂടി മാത്രമേ ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉടമ്പടിയിൽ കൂടെ പരിശുദ്ധാമ്മ കൂടി കളത്തിലിറങ്ങിക്കഴിഞ്ഞപ്പോൾ വിഷയം മാറി. എന്താണ് ലൈഫ് 35-40 കൊല്ലമായിട്ട് നടക്കാത്ത കാര്യങ്ങൾ സമ്മഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി വിതിൻ നോ ടൈം അത് സെറ്റ് ചെയ്യുകയാണ്. അതാണ് ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് പറയുന്നത്. അപ്പം അത് അനുഭവിച്ച ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുകയും ഞാൻ പറയും, ഞാൻ 1000 പേർക്കൊക്കെ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞ ഒരു ദിവസം വചനങ്ങൾ ഉടമ്പടി ധ്യാനങ്ങളും ശ്രദ്ധിക്കുകയും സുവിശേഷ പേരാണ്. ആന്ധ്രയിലോ ഒറീസയിലൊക്കെ വലിയ സുവിശേഷ സ്ഥലങ്ങളുണ്ട്, അഗതികളുടെ സ്ഥലങ്ങളും മിഷൻ പ്രവർത്തനങ്ങളൊക്കെ. ഓരോരോ കാലത്ത് ഞാൻ പുതിയ കാര്യങ്ങൾ ഞാൻ ചെയ്യും, കർത്താവിനെ ചെയ്യിക്കും, പുതിയ പ്രവർത്തനങ്ങൾ. ഓരോരുത്തരും ഞാൻ സംസാരിക്കുമ്പോൾ അവർ ഈശോയെക്കുറിച്ചോട് പറയും, പാവപ്പെട്ടവരെ അവർ സഹായിക്കും. അപ്പോൾ അതൊക്കെ എന്തൊരു ലൈഫാണ്. ലൈഫ് ജീവിതം ആകപ്പാടും മാറുകയും
ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായി മാറുകയും ചെയ്യാൻ വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തില് സമ്പൂർണ്ണ ക്രൈസ്തവനാകാൻ ഉടമ്പടി ജീവിത രീതി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ സാക്ഷ്യത്തിന് എന്നെ പരുവപ്പെടുത്തണമേ. വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് കൃപയുടെ സിംഹാസനത്തെ സമീപിക്കാം. ഉടമ്പടി ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വെളിപാട് വചനമാണിത്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഇതൊരു സാധ്യതയാണ്. ഈ സാധ്യത ആദ്യം പരീക്ഷിച്ചത് പരിശുദ്ധ അമ്മയാണ്. എന്താണ് സാധ്യത? വേണ്ട സമയത്ത് വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പൊ കൃപാവരത്തിന്റെ സിംഹാസനം എന്ന് പറയുന്നത് ഈശോയാണ്. ഈശോയെ സമീപിക്കാവുന്നതാണ് പറയണത്. എന്താണ് വേണ്ട സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കേണ്ടത്? കരുണയും കൃപാവരവും. കരുണ എന്ന് പറയുമ്പോൾ 2-3-4 അർത്ഥങ്ങൾ അതിനകത്തുണ്ട് കരുണയ്ക്ക്. ഒന്ന്, നമ്മൾ ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അതായത് കംപ്ലീറ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പാപങ്ങളും നമ്മളെ യോഗ്യമാക്കി ദൈവം അങ്ങ് ഏകപക്ഷികമായിട്ട് ദൈവം നമ്മളെ റൈറ്റ് ഓഫ് ചെയ്യും. ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ കടം യാതൊരുവിധ റെമിറ്റൻസും ഇല്ലാതെ അങ്ങ് ഫ്ലാറ്റായിട്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനാണ് ഒരു വ്യക്തിയെ ജസ്റ്റിഫൈ ചെയ്തെടുക്കുക. അതിനാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. തിയോളജിയിലെ ഭയങ്കരമായൊരു സബ്ജക്റ്റാണ് അത്, ജസ്റ്റിഫിക്കേഷൻ. ഈ കരുണ പലപ്പോഴും ജസ്റ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മളുടെ പഴയ ഫയലെല്ലാം പരിശോധിച്ചാൽ ഈ ജന്മത്ത് നമുക്ക് ദൈവം ഒരു അനുഗ്രഹം കിട്ടാനുള്ള സാധ്യത ഉണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? നമ്മുടെ പഴയ ഫയലൊക്കെ പരിശോധിച്ചാലേ ഈ ജന്മത്ത് ഒരു ഫേവർ കിട്ടാനുള്ള യാതൊരു സാധ്യത ഉണ്ടാകത്തില്ല. ഇവിടെ ദൈവത്തിൻ്റെ കരുണ വെച്ചിരിക്കുന്ന ഒരു പൊസിഷനാണ് ജസ്റ്റിഫിക്കേഷൻ. എന്നുവെച്ചാൽ എങ്ങനെയാണ് അത് ആ ജസ്റ്റിഫിക്കേഷൻ നമുക്ക് ലഭിക്കണം? വെറുതെ അല്ല, ഓശാരം കിട്ടണമല്ലത്. ദൈവം ജസ്റ്റിഫിക്കേഷന് വേണ്ടി ഒരാളെ ഉയർത്തിയിട്ടുണ്ട്. ആരാണത്? ക്രിസ്തുവിനെ. എന്നിട്ട് ക്രിസ്തുവിൻ്റെ കുരിശുരൂപം കണ്ടിട്ട് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അവൻ ഏറ്റെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ജസ്റ്റിഫിക്കേഷൻ വരണത്. വെറുതെ അവനല്ല, ക്രിസ്തുവിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാണെന്ന്. അതാണ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്തായിട്ട് വരണത്, വിശ്വാസത്തിൽ നീതീകരണം വരണത്. യേശു എനിക്ക് പകരക്കാരനായി, എനിക്ക് കിട്ടേണ്ട ശിക്ഷ അവൻ ശരീരത്തിൽ ഏറ്റെടുത്തു. അതാണ് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശരീരത്തെ ശിക്ഷ വിധിച്ചു. റോമ 8:3. ശരീരത്താൽ
ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അതിനെക്കുറിച്ചൊരു ഇങ്ങനെ വെച്ചിരിക്കണത്, അവൻ എനിക്ക് ഞാൻ വാങ്ങിക്കാനുള്ള ശിക്ഷ അവൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. എനിക്ക് വേണ്ടി അവൻ പേയ്മെൻറ്റ് നടത്തിയെന്ന് ഞാൻ പേയ്മെൻറ്റ് നടത്തുന്നതിന് പകരം എനിക്ക് വേണ്ടി അവൻ പേയ്മെൻറ്റ് നടത്തി. ദൈവപിതാവിൻ്റെ തിരുസന്നിധിയിൽ പരിഹാരം ചെയ്തു. അപ്പോൾ പാപത്തിൻ്റെ ഇരുട്ടിൽ നിന്നാണ് ഞാൻ പ്രകാശത്തിലേക്ക് വരുന്നത്. പണ്ട് മുതലേ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇരുട്ട്. 5000 കൊല്ലം മുമ്പാണ് ഇന്ത്യയിൽ ഇരുട്ടിനെ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. ഋഷിമാരൊക്കെ പ്രാർത്ഥിച്ചില്ലേ, തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കണമേ. കാര്യം മനുഷ്യന്മാരിവിടെ വന്ന കാലം മുതൽ ഇപ്പോൾ കുറേ ആൾക്കാർ ഈ കാബ സ്റ്റോണിനൊക്കെ കല്ലെറിയത്തില്ലേ അല്ലേ? മുസ്ലിം സഹോദരങ്ങൾ കാബ സ്റ്റോണിൽ പോയി കല്ലെറിയും, പിശാചിനെ കല്ലെറിയും. അവരതിന് ഹജ്ജിന് പോയാണ് ചെയ്യണത്. എന്തിനാണ്? അവരുടെ പാപത്തിൻ്റെ പരിഹാരമാണ്. പോകുന്നവരും ഇരുമുടി കെട്ടിമുട്ടി പോകുന്നവരും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് പോണത്. ഇപ്പോൾ ഈ മനുഷ്യന്മാർ ഏത് മതത്തിൽപ്പെട്ടായാലും പാപം തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. ഏത് മതത്തിൽപ്പെട്ടതായാലും ഈ നൂറ്റാണ്ടുകളിലൂടെ സഹസ്രാബ്ദങ്ങളിലൂടെ എല്ലാം വരുമ്പോഴും ഇതൊരു ഇരുട്ടാണ്. ഇതിനെ എനിക്ക് മോചനം നൽകും, ആരെനിക്ക് മോചനം നൽകുമെന്നും മനുഷ്യൻ്റെ അന്വേഷണമാണ് മതങ്ങളുടെ ആവിർഭാവത്തിന് കാരണം. എൻ്റെ ഇരുട്ടിൽ നിന്ന്, ഈ പാപത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് എനിക്ക് രക്ഷ നൽകും എന്നുള്ളത് എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഹെബ്രായർ 1:1 പറയണില്ലേ, വായിച്ച ഹെബ്രായർ 1:1. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. എനിക്ക് മോചനം നൽകും? ഈ ഇരുട്ടിൽ നിന്ന്, പാപത്തിൻ്റെ ഈ ഇരുട്ടിൽ നിന്ന് ആര് മോചനം നൽകും എന്ന് മനുഷ്യരാശി ഉണ്ടായ കാലം മുതലുള്ള ഒരു ഭാരപ്പെടുത്തലാണ്. ഈ ഭാരത്തിന് ആര് രക്ഷിക്കും? അതുകൊണ്ടാണ് ഹെബ്രായർ 1:1 പറയണത്. എന്താണ്? പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ മുഖേന ദൈവം നമ്മുടെ പിതാക്കന്മാരോട് പല ഘട്ടങ്ങളിലും പല വ്യക്തികളിലൂടെ സംസാരിച്ചിട്ടുണ്ട്. എന്തിനാണ്? ഈ പാപത്തിന് പരിഹാരം ചെയ്യുന്ന പോംവഴികൾ ആരാഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെന്താ പറഞ്ഞ വായിച്ച്? എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. എപ്പോഴും നമ്മൾ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഈ ഫുള്ളായിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിലേ, ഇപ്പം ചില ബാറ്ററി ഇല്ലേ, അത് ചില ടോർച്ചൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പം ഒന്നുമില്ല. എവറഡിയുടെ ഒരു ടോർച്ചൊക്കെ ഇല്ലായിരുന്നു പണ്ട്. അപ്പോൾ അവർ എവറഡിയുടെ ടോർച്ച് ഇതിൻ്റെ പരസ്യം എന്താണ്? ഫോർ ബെസ്റ്റ് റിസൾട്ട് യൂസ് എവറഡി ബാറ്ററി. അവിടെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാൻ കുഞ്ഞുനാളിൽ കേട്ട പരസ്യമാണ്. അത് ഈ ടോർച്ചിന് റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തോഷിബയൊക്കെയാണ് ഉണ്ടായിരുന്നത്. തോഷിബ ബാറ്ററി ഉപയോഗിച്ചാൽ പറ്റത്തില്ല, ഇതിന് എവറിയുടെ ബാറ്ററി തന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരിക്കണം. ഈ ക്രിസ്തുവിൻ്റെ ബെസ്റ്റ് റിസൾട്ട് നിങ്ങളീ പറഞ്ഞ ILTS വസ്തു വിൽപ്പനയൊന്നുമല്ല, അതൊക്കെ ക്രിസ്തു ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ്. അതിൻ്റെ കൂടെ നൽകുന്ന, എപ്പോഴും ഞാൻ പറയും, അതിൻ്റെ കൂടെ നൽകുന്ന ഉൽപ്പന്നങ്ങളാണ്. ക്രിസ്തുവിൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ എന്ത് കിട്ടണമെന്ന് അറിയാമോ? പാപത്തിന് പരിഹാരമായിട്ട് അവൻ ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കണം. എനിക്ക് കിട്ടേണ്ട ശിക്ഷ അവൻ വാങ്ങിച്ചു, എനിക്ക് പകരക്കാരനായി അവനത് റീഫണ്ട് ചെയ്തിരിക്കുന്നു. എനിക്ക് വേണ്ടി പരപിതാവിൻ്റെ തിരുസന്നിധിയിൽ അവൻ പരിഹാരം ചെയ്തു. അപ്പം ഞാൻ സ്വതന്ത്രനായി. അതാണ് ക്രിസ്തു പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 8:36. യോഹന്നാൻ 8:36. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. അപ്പൊ ഒന്നിനു പറഞ്ഞ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ഈ സ്വാതന്ത്ര്യത്തെ തന്നെ ഈ ബൈബിളിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ബൈബിള് സത്യവേദ പുസ്തകമാണ്. അത് സത്യം ഈ സമയം പറയത്തുള്ളൂ. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പറയുന്ന ആൾക്കാർ ബൈബിൾ പറയും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകും കേട്ടോ എന്ന് പറയും. സ്വാതന്ത്ര്യത്തിനും ഇപ്പം മൗണ്ട് ബാറ്റൻ പ്രഭു 1947 ആഗസ്റ്റ് 15 രാത്രി നമുക്ക് എഴുതി തന്നിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതെന്താണ്? രാഷ്ട്രീയ സ്വാതന്ത്ര്യം നമ്മൾ പറയും, പക്ഷേ ബൈബിൾ പറയും അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എന്താ കാര്യം? ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾക്ക് എത്രയാണ് 8 ലക്ഷം പട്ടാളക്കാരെ വെച്ചിരിക്കുകയാണ്. അതിർത്തിയിൽ റാഫേലും അതുപോലെ തന്നെ എന്തെല്ലാം യുദ്ധവിമാനങ്ങളും 6 വിമാനവാഹക കപ്പൽ കടലിൽ നമ്മുടെ 120 യുദ്ധവിമാനങ്ങളെയും പേറിക്കൊണ്ട് കടലിൽ കിടക്കുകയാണ്. എന്തിനാണ്? ഈ മൗണ്ട് ബാറ്റൻ എഴുതി തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ. അതാണ് വിഷയം. അപ്പോൾ ബൈബിൾ പറയും അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സ്വാതന്ത്ര്യങ്ങളാണ്. മനസ്സിലായ? അപ്പോൾ അത് കണ്ണ് വെട്ടിക്കഴിഞ്ഞാൽ അവർ വന്ന് നമ്മുടെ ജീവനും ഞൊട്ടിക്കൊണ്ട് പോകും. അപ്പോൾ അതിനൊക്കെ ഇതുപോലുള്ള ഭയങ്കര വിജിലൻസ് വേണ്ടി വരും എന്ന് പറയും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് യഥാർത്ഥ സ്വാതന്ത്ര്യമുണ്ട്, പിന്നെ യഥാർത്ഥമല്ലാത്ത ടെമ്പററായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്. ടെമ്പററായിട്ടുള്ള ഭൗതിക സ്വാതന്ത്ര്യങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു 10 അടിമത്വം വേറെ കൊണ്ടുവരും. അതിൻ്റെ കൂടെ ഒരു സ്വാതന്ത്ര്യം നമ്മൾ നേടണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ 10 അടിമത്വം അതിൻ്റേതായിട്ടുള്ള ഈ കട്ടും മട്ടും എന്ന് പറഞ്ഞ പോലെ കുറേ സംഭവം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഞാനൊക്കെ പഠിക്കണ കാലത്ത് ഇപ്പം ഇങ്ങനെ ഈ മേശ ഡെസ്കായിട്ട് നോക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പേന ഉപയോഗിക്കാൻ തുടങ്ങിയത് 5ാം ക്ലാസ്സിൽ വെച്ചാൽ 5 ക്ലാസ്സിൽ പേന ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പേന ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഈ അന്ന് ഡെസ്ക് നോക്കിയാൽ മനസ്സിലാവും നിറച്ച് മഷിയായിരിക്കും. എന്താ കാര്യം? ഈ പില്ലറിൻ്റെ പേന കൊണ്ട് നിറപ്പിച്ചിട്ട് ഇത് കണക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തെളിയ സംഭവം. പിന്നെ എന്ത് ചെയ്യും? ഉടനെ കുടയാണ് ഇവിടെ കൊടുക്കുന്നത്, താഴെ കുടയും ഡെസ്കേലും കുടയും. ഇപ്പം ഡെസ്കെല്ലാം വൃത്തിയാണ്. എന്താ കാര്യം? ആ നിബ്ബ് പേനയുടെ കാലം കഴിഞ്ഞു. അന്ന് അതേ ഉണ്ടായിരുന്നുള്ളൂ, അത് നമ്മൾ യൂസ് ചെയ്തു. പിന്നീടാണ് ബാൾ പെൻ വന്നത്. ഇപ്പോൾ പുടച്ചൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാലത്ത് ഓരോരോ സംഭവങ്ങൾ വരും. അപ്പം സ്യൂട്ടബിൾ ആയതുകൊണ്ട് നമ്മൾ അപ്പം ഉപയോഗിക്കുന്നു. മനുഷ്യരാശി വീണ്ടും നന്മയ്ക്ക് പുതിയതിന് വേണ്ടിയും കുറച്ചുകൂടി ഫലപ്രദമായതിനു വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു കൊണ്ടുപോക്കിലെ സ്വാഭാവികമായിട്ട് വെച്ച് മാറൽ ഇങ്ങനെ കാലത്തിലൂടെ ഇങ്ങനെ വെച്ച് മാറൽ നടന്നുകൊണ്ടിരിക്കും. വെച്ച് മാറാൻ പറ്റാത്ത ഒരു സംഭവം എന്താണ്? ക്രിസ്തു മാത്രമാണ്. കൈയടിച്ച് ശ്രുതിക്കട്ടെ. രക്ഷ നൽകാൻ ഒരേ ഒരു നാമമാണ് അവിടുത്തേതെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ.